ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് 2 സാൻഡ്വിച്ചാണ്. നേരത്തെ 2 സാൻഡ്വിച്ച് കാണിച്ചിരുന്നു, ഒരു വെജും ഒരു നോൺ വെജും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇന്നും ഒരു വെജും ഒരു നോൺ വെജും സാൻഡ്വിച്ചാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജ് സാൻഡ്വിച്ച് മയണൈസ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഞാൻ ഒരു ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞത് 1/2 കപ്പ് എടുത്തു, ക്യാബേജ് 1/2 കപ്പ് കനം കുറച്ച് അരിഞ്ഞതെടുത്തു, ക്യാപ്സിക്കം അതുപോലെ തന്നെ അരിഞ്ഞത് ഒരു 1/8 കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. വലിയ ഉള്ളി അതുപോലെ തന്നെ സവാളയുള്ളി അത്രയും തന്നെ 2 ടേബിൾ സ്പൂൺ കനം കുറച്ച് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, മയണൈസ് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് പോരാന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അത് ആഡ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് വളരെ കുറയും. അല്ല ഇനിയും അത്രയും ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇതിൽ ഞാൻ 2-2.5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ 4 വശവും മുറിച്ചിട്ട് അതിൻ്റെ സൈഡ് മാറ്റി വയ്ക്കുകയാണ്. അത് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾ പോയി അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല 2 സാൻഡ്വിച്ച് അത് കാണണം കേട്ടോ. ഇത് ഇപ്പം നമ്മൾ ബ്രെഡിൽ ബട്ടർ തേച്ചു. ആവശ്യത്തിനുള്ള ബട്ടർ ഒരിച്ചിരി നന്നായിട്ട് തേക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 2 സാൻഡ്വിച്ച് അല്ല 3 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 4 പീസ് ബ്രെഡ് എടുത്തെങ്കിലും 3 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് 3 ട്രയാങ്കിൾ. നമുക്കൊരു ഇച്ചിരി കൂടെ ഇത്രയും നമുക്ക് ഫില്ലിങ് ഇത്ര അധികം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ 4 സാൻഡ്വിച്ചിനുള്ളത് കിട്ടും. പക്ഷേ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് അറിയരുതെന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി. പക്ഷേ എനിക്ക് രണ്ടും ഈക്വലായിട്ട് ഫില്ലിങ്ങിൻ്റെയും ബ്രെഡിൻ്റെയും ടേസ്റ്റ് അറിയുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇതിൽ ഞാനൊരിച്ചിരി നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് 3 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത്രയും ഫില്ലിങ് വേണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ അളവ് കൊണ്ടുണ്ടാക്കിയാൽ 4 സാൻഡ്വിച്ച് കിട്ടും. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ആകെപ്പാടെ വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞെടുക്കുന്ന പാട് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത്രയും കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാനായാലും നമുക്ക് വൈകുന്നേരം കഴിക്കാനായാലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഗുണമുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഇനിയും ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ കാര്യം നോക്കാം. ചിക്കൻ മാത്രമല്ല, അതിനകത്തും ഒരിച്ചിരി വെജിറ്റബിളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ ഇടുമ്പോഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് കഷ്ണമുള്ള ഒരു ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1/2 കപ്പ് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് ഇച്ചിരിയുടെ വേണമെങ്കിലും ആവാം, പക്ഷേ നമുക്ക് കൂടാതിരിക്കുന്നതല്ലേ നല്ലത്. മാക്സിമം പോയാൽ 1/3 ടീസ്പൂൺ. അതിൽ കൂടുതൽ എന്തായാലും ആഡ് ചെയ്യേണ്ട. എന്നിട്ട് അത് നന്നായിട്ടത് വെള്ളം വറ്റിച്ച് അങ്ങ് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു ചെറുതായിട്ടെങ്കിലും ഗ്രേവി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് വറ്റിച്ചിട്ട് അത് മുഴുവനായിട്ട് അതങ്ങ് മാറ്റണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉൾപ്പെടെ അത് മാറ്റി വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചിക്കന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് കിടന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണേ. അപ്പം നമുക്ക് അതിൻ്റെ ചൂട് മുഴുവൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകിലും മിൻസ് ചെയ്യാം. പക്ഷേ മിൻസ് ചെയ്താൽ തീരെ അങ്ങ് പഞ്ഞു പോലെ അങ്ങ് ആയിപ്പം. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കുന്നത്, ഇങ്ങനെ പിച്ചി കൈകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിക്കുമ്പോഴും കുറേ കൂടെ സ്വാദ് തോന്നിക്കുന്നത് അത് തന്നെയാണ്. അപ്പം നമ്മളതിൽ കുറച്ച് ബട്ടർ ഇട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി. കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടാനായിട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. അത് ഇച്ചിരി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറൊരു കടായി വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇടുക. ഇത് എന്തിനാണെന്നറിയാമോ? ഇതിന് വേണ്ട ഒരു സോസ്. മയണൈസിന് പകരം, മയണൈസ് ഇഷ്ടമല്ലാത്തവർക്കും ഉപയോഗിക്കാത്തവർക്കും അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ആദ്യം ഇട്ട് നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേവിച്ചപ്പം അതിനകത്തിട്ട് ആ ജിഞ്ചറും ഗാർലിക്കും ഉണ്ടല്ലോ, ആ വെന്തത്. അപ്പം അത് നന്നായിട്ടൊന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ആ സോസിന് കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിക്കുക.
പാലൊഴിച്ചിട്ട് നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അത് പെട്ടെന്ന് കയറി അങ്ങ് കുറുകും. ഇത് 1/4 കപ്പ് വെച്ചിട്ട് 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അത് പെട്ടെന്ന് കുറുകും മൈദ ആയതുകൊണ്ട്. എന്നിട്ട് അത് കെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ്ക് ഉണ്ടല്ലോ, വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കട്ടയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടയ്ക്കാം കേട്ടോ. വളരെ ഈസിയാണത്. നമ്മൾ ഏത്തയ്ക്കാപ്പത്തിന് മാവ് കലക്കുമ്പോഴായാലും ഗോതമ്പ് ദോശയ്ക്ക് മാവ് കലക്കുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് കട്ടയില്ലാതെ മാവ് കലക്കി എടുക്കാൻ പറ്റുമേ. പിന്നെ ഇപ്പോൾ നമ്മളപ്പം ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടു. അതിലേക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോയുടെ ഫ്ലഷ് മാത്രം, അകത്ത് കുരുവൊന്നുമില്ലാതെ കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞത്, സെലറി കുഞ്ഞായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, സാലഡ് കുക്കുംബർ അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ രണ്ടാമത് പാലൊഴിച്ചത് ആ സോസ് ഇരുന്ന് ഇച്ചിരി കട്ടിയായി, അതുകൊണ്ടാണ്. പിന്നെ അതിനകത്തോട്ട് ചേർത്തത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും. പെപ്പറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വൈറ്റ് സോസ് അതിനകത്തോട്ട് ആഡ് ചെയ്തു. നമ്മൾ രണ്ടാമത് പാലൊഴിച്ചിട്ടും അതൊരിച്ചിരി കട്ടിയായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂണായിട്ടേ ചേർക്കാവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പാല് 2-3 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യാം. സോസിൻ്റെ അയവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് അങ്ങ് കുതിർന്നു പോകും. അപ്പോൾ പിന്നെ സാൻഡ്വിച്ച് ശരിയാവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ ഇത് നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ചിക്കൻ മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ആ ഉണ്ടാക്കിയ വൈറ്റ് സോസ് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇച്ചിരി മാറ്റി വെച്ചു, ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ എന്നോർത്ത്. പക്ഷേ ആ അളവിലുണ്ടാക്കിയ മുഴുവൻ വൈറ്റ് സോസും ഞാനതിൽ ചേർത്തിട്ടുണ്ടേ. പിന്നെ പതിവ് പോലെ നമ്മുടെ എല്ലാ പീസിലും ബട്ടർ ആവശ്യത്തിന് ചേർക്കുക. ബട്ടർ ഇച്ചിരി നന്നായിട്ട് തന്നെ ഉള്ളതാണ് നല്ലത്. ഇച്ചിരി നന്നായിട്ട് പുരട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടറും ആണ് നല്ലത് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും ഈ 4 പീസിന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് പുരട്ടി എല്ലായിടത്തും ഈവനായിട്ട് ഒരേപോലെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് പുറത്തോട്ടൊന്നും അധികം തള്ളി നിൽക്കാത്ത രീതിയിൽ എല്ലാം ഉള്ളിലോട്ടാക്കി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സാൻഡ്വിച്ച് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. ഇനിയും അടുത്ത ആഴ്ച മിക്കവാറും എല്ലാം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളും പിന്നെ നമ്മളുടെ വീട് ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോയും, വലിയ ഡെക്കറേഷനൊന്നുമല്ല, എന്നാലും ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങൾക്ക് കൂടെ പങ്കുവെക്കാമെന്നോർത്ത് ആ വീഡിയോയും ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു കാര്യമല്ലേ സാൻഡ്വിച്ച്. യാത്രയ്ക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് കാണാനും ഭംഗിയാണ്, അതിൻ്റെ ഇടയ്ക്ക് ആ വെജിറ്റബിൾസും എല്ലാം കൂടെ വരുമ്പോഴേക്ക് അപ്പോൾ ഗുണവുമാകും, കാണാനും കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്